ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയർ ചാലഞ്ച് ഡേ 8 ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ എന്താണെന്ന് ചെയ്യണമെന്ന് വെച്ചാൽ പ്ലെയിൻ ആയിട്ടുള്ള പുളിച്ച കഞ്ഞിവെള്ളം നന്നായി ഹെയർ റിൻസ് ചെയ്തെടുക്കുന്നതാണ്. പിന്നെ ഇൻവേർഷൻ മെത്തേഡ്, അതായത് ഞാൻ കാണിക്കാം വീഡിയോയിൽ. അതായത് ഞാനിപ്പോൾ വെറുതെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ബാക്ക് സൈഡും ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ താഴോട്ട് ചെയ്ത് കൊടുക്കുക. ടു ടു 5 മിനിറ്റ്സ് ഒന്ന് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഉണങ്ങാൻ വിടുക, അത്ര തന്നെ. പിന്നെ ഇത് രാത്രി ഒരു 5 മിനിറ്റ് ചെയ്യാം. പിന്നെ കെട്ടി വയ്ക്കുക. അതായത് ആലോവേറ ജെല്ലോ ഇല്ലെങ്കിൽ നിങ്ങൾ ഹെയർ സിറം എന്ത് ഉപയോഗിക്കുന്നുണ്ടോ അത്, അതായത് ലോറിയൽ പാരീസിൻ്റെ ഉണ്ട്, സ്ട്രീക്സിൻ്റെ ഉണ്ട്. അങ്ങനെ ഒരു 2 തുള്ളി കയ്യിൽ പാമിലെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ റബ്ബ് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. സിറം ഇല്ലെങ്കിൽ പ്രശ്നമില്ല, നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് വെളിച്ചെണ്ണ ആവാം ഇല്ലെങ്കിൽ ആവണക്കെണ്ണ ആവാം, അതെടുത്ത് ഒരു 2 തുള്ളി ഇങ്ങനെ ജസ്റ്റ് മുടിനെ ഒതുക്കുന്നത് പോലെ ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ, അതായത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങളുടെ മുടിയിലത്തെ സ്പ്ലിറ്റ് എൻഡ്സൊക്കെ കുറഞ്ഞ് കിട്ടും. പിന്നെ മുടിയിലത്തെ മോയ്സ്ചറൈസേഷൻ ലോക്ക് ചെയ്യാൻ ഈ ഹെയർ സിറം ഞങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണ് കേട്ടോ. പിന്നെ ഇത്രയും ദിവസം ഞാൻ വീഡിയോ ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് മഴ ഉണ്ടായിരുന്നു ഇവിടെ. ഞാൻ താമസിക്കുന്നത് ചെന്നൈയിലാണ്. അപ്പോൾ ചെന്നൈയിലത്തെ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ എന്ന് പറയുന്നത് മഴക്കാലമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഹെയർ പാക്സ് ഒന്നും ചെയ്യാത്തത്. അപ്പോൾ മഴക്കാലം ആകുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ വേപ്പില ഇത് ബോയിൽ ചെയ്ത വെള്ളം അത് ഹെയർ റിൻസായിട്ട് ഉപയോഗിക്കാം. പിന്നെ കഞ്ഞിവെള്ളം, അതായത് ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഉപയോഗിക്കാം. ഒരു ദിവസം കഞ്ഞിവെള്ളം, അതായത് ഞാൻ നാളെ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു ഹെയർ പാക്ക് ഞാൻ ചെയ്യുന്നുണ്ട്, അത് കാണിച്ചു തരാം. അപ്പോൾ ഒരു ദിവസം വിട്ട് ഒരു ദിവസം അങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ ഇന്ന് ഞാൻ കഞ്ഞിവെള്ളം മുടിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വേപ്പിലയുടെ ഒരു വെള്ളം ഹെയർ റിൻസായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തന്നെ ആവാം. അതായത് ഒരു ദിവസം വിട്ട് ഒരു ദിവസം കഞ്ഞിവെള്ളം, ഒരു ദിവസം വേപ്പിലയുടെ വെള്ളം, തിളപ്പിച്ച ആറിയ വെള്ളം, അത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ വേപ്പിലയുടെ ഒരു പ്രോപ്പർട്ടീസ് എല്ലാവർക്കും അറിയുന്നത് പോലെ ആൻറ്റി ഫംഗലാണ്. പിന്നെ സ്കാൽപ്പിൻ്റെ ചില ഇൻഫെക്ഷൻസൊക്കെ കുറയ്ക്കാനും ഇത് സഹായിക്കും. ഓക്കെ, അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങളുടെ സ്കാൽപ്പ് ഹെൽത്തി ആയിട്ട് വയ്ക്കാനും ഇത് ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം പിന്നെ എന്ന് പറയാനുള്ളത്, ഞാൻ റെഗുലറായിട്ട് ഇപ്പോൾ വീഡിയോസ് ഇടാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ പതിയെ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ ഇത്രയും ദിവസത്തെ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ നിങ്ങൾ വിലയെടുത്ത അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഫീഡ്ബാക്കായിട്ട് അറിയിക്കുക. നിങ്ങളുടെ ഹെയറിൽ എന്ത് മാറ്റങ്ങളുണ്ടെന്ന് നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, അതായത് കമ്മ്യൂണിറ്റി ടാബൊക്കെ ചെക്ക് ചെയ്യുക. പിന്നെ അതായത് അടുത്ത വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്, അപ്പോൾ സപ്പോർട്ട് ചെയ്യുക.
ആദ്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.